പിന്നീട് ഈ മഴയെക്കുറിച്ച് പറയുമ്പോൾ നേരിയ തോതിലുള്ള മഴ, മിതമായ മഴ എന്ന് പറയാറുണ്ട്. ഇതെന്ത് അടിസ്ഥാനത്തിലാണ്? ഇനി മഴയുടെ അളവനുസരിച്ച് നമ്മളിപ്പോൾ ഒരു ദിവസത്തെ മഴ എന്ന് പറയുന്നത് ഒരു ദിവസം രാവിലെ 8:30 മുതൽ അടുത്ത ദിവസം രാവിലെ 8:30 വരെയുള്ള റെയിൻഫോൾ ഒരുമിച്ച് നോക്കി അത് കളക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അളവെടുത്തിട്ട് ഇതാണ് മഴ, അന്നത്തെ മഴ എന്നാണ് പറയുന്നത്. ആ 24 മണിക്കൂർ നേരത്തേക്കുള്ള മഴയുടെ അളവ് 0.1 മില്ലിമീറ്റർ മുതൽ 15 മില്ലിമീറ്റർ വരെയാണെങ്കിൽ നമ്മളതിനെ മിതമായിട്ടുള്ള മഴയെന്നും, 15 തൊട്ട് 7 സെൻറ്റിമീറ്ററിന് താഴെ, അതായത് 64.5 താഴെയുള്ള മില്ലിമീറ്റർ വരെയുള്ള മഴയ്ക്ക് നമ്മൾ അത് മിതമായിട്ടുള്ള മഴ എന്നും, പിന്നെ 64.5 മുതൽ മുകളിലോട്ടുള്ളതിന് ഹെവി റെയിൻഫോൾ എന്നുമാണ് പറയുന്നത്. ഇനി ഹെവി റെയിൻഫോളിനെ തന്നെ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. 7 സെൻറ്റിമീറ്റർ തൊട്ട് 11 സെൻറ്റിമീറ്റർ വരെ, 7 മുതൽ 11 സെൻറ്റിമീറ്റർ വരെയുള്ള മഴയ്ക്ക് ഹെവി റെയിൻഫോൾ എന്നും, കനത്ത മഴ അതുപോലെ 12 സെൻറ്റിമീറ്റർ മുതൽ 20 സെൻറ്റിമീറ്റർ വരെയുള്ളതിന് വെരി ഹെവി റെയിൻഫോൾ, അത്യന്തം കനത്ത മഴയെന്നും, 21 സെൻറ്റിമീറ്ററിന് മുകളിൽ 21 സെൻറ്റിമീറ്റർ മുതൽ മുകളിലോട്ടുള്ള മഴയ്ക്ക് എക്സ്ട്രീംലി ഹെവി റെയിൻഫോൾ, അതിതീവ്ര മഴയെന്നുമാണ് പറയുന്നത്. ഇനി ഒരു സ്റ്റേഷനിൽ ഇതുവരെയും പെയ്തിട്ടില്ലാത്തതിൽ കൂടുതൽ മഴ റെക്കോർഡ് ചെയ്തതിലേക്കും മഴയേക്കാൾ കൂടുതൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എക്സെപ്ഷണലി ഹെവി റെയിൻഫോൾ എന്നും പറയും. അപ്പോൾ ഇതുപോലെ മഴയെ പല കാറ്റഗറി ചെയ്തിട്ട് അതിനനുസരിച്ച് ഉള്ള ഫോർകാസ്റ്റും, ഇനി ഈ മഴയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകളും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ആഘാതത്തിനെ ബേസ് ചെയ്തും നമ്മളിപ്പോൾ ഫോർകാസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജനങ്ങൾക്ക് വേണ്ടി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.